വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. വീണ്ടും ഒരു വിശുദ്ധ ദിവസം കൂടെ കാണുവാൻ ദൈവം നമുക്ക് അവസരം നൽകിയല്ലോ. ഇന്നത്തെ നമ്മുടെ വായന ഭാഗം സദൃശവാക്യങ്ങൾ 4 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ. ഇന്നത്തെ ചിന്തയ്ക്കായി എസ്തേറിൻ്റെ പുസ്തകം 5-ാം അധ്യായം 14-ാം വാക്യം. ഈ കാര്യം ഹാമാന് ബോധിച്ചു, അവൻ കഴുമരം ഉണ്ടാക്കിച്ചു. യഹൂദന്മാരുടെ പ്രധാന ശത്രുവും ആഗാഗ്യനായ ഹമ്മെദാഥായുടെ മകനുമായിരുന്നു ഹാമാൻ. മൊർദെഖായിയുടെ പ്രതിയോഗിയായ അമാലേക്ക് രാജാവായ ആഗാഗിൻ്റെ പിൻതലമുറക്കാരനാണെന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. എന്നാൽ അദ്ദേഹം ഒരു പേർഷ്യൻ വംശജനായിരുന്നു എന്നും ആഗാഗ്യൻ എന്നത് അമാലേക്യ രാജ്യത്തിൻ്റെ ആത്മീക തലമുറക്കാരൻ എന്ന അർത്ഥത്തിലാണെന്നും ചരിത്രകാരന്മാർ പറയുന്നു. മാത്രമല്ല, ആഗാഗ്യൻ എന്ന പദം മേദ്യയ്ക്ക് സമീപമുള്ള ഒരു സ്ഥലത്തെ സൂചിപ്പിക്കുന്നതായും പറയുന്നുണ്ട്. എന്നാൽ അഹശ്വേരോശ് രാജാവ് ഹാമാന് സ്ഥാനക്കയറ്റവും ഉന്നത പദവിയും നൽകുന്നുണ്ട്. ഇവ സ്വീകരിച്ച ഹാമാന്റെ ചില സ്വഭാവ വൈകൃതങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഒന്നാമതായിട്ട്, അധികാരവും പദവികളും മറ്റുള്ളവരെ ചൂഷണം ചെയ്യുവാൻ ഹാമാൻ ഉപയോഗിക്കുന്നു. അഹശ്വേരോശ് രാജാവ് ഹാമാന് സ്ഥാനക്കയറ്റവും ഉന്നത പദവിയും കൊടുത്ത് അവൻ്റെ ഇരിപ്പിടം തന്നോടുകൂടെ ഇരിക്കുന്ന സകല പ്രഭുക്കന്മാരുടെയും ഇരിപ്പിടങ്ങൾക്ക് മേലായി വെച്ചു എന്ന് എസ്തേറിൻ്റെ പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു. എന്നാൽ തുടർന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, രാജാവിൻ്റെ വാതിൽക്കലെ രാജ്യഭൃത്യന്മാരെ ഒക്കെയും ഹാമാനെ കുമ്പിട്ട് നമസ്കരിച്ചു. രാജാവ് അവനെ സംബന്ധിച്ച് അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ മൊർദെഖായി തന്നെ കുമ്പിട്ട് നമസ്കരിക്കുന്നില്ലെന്ന് കണ്ടിട്ട് ഹാമാൻ കോപം കൊണ്ട് നിറഞ്ഞു എന്ന് തിരുവചനം പറയുന്നു. തന്നെയുമല്ല, മൊർദെഖായി യഹൂദനാണ് എന്ന് ഹാമാൻ നേരത്തെ അറിഞ്ഞിരുന്നു. അതിനാൽ ഈ കാരണങ്ങളാൽ യഹൂദ വംശത്തെ ആകമാനം നശിപ്പിക്കേണ്ടതിന് ഹാമാൻ തക്കം പാർത്തിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അങ്ങനെ തനിക്ക് ലഭിച്ച അധികാരവും പദവികളും മറ്റുള്ളവരെ ചൂഷണം ചെയ്യുവാനായിട്ട് ഹാമാൻ ഉപയോഗിക്കുന്നു. രണ്ടാമതായിട്ട്, സ്വയം ബഹുമാനിതൻ ആകുവാൻ ഹാമാൻ ആഗ്രഹിക്കുന്നു. ഒരു ദിവസം രാജസന്നിധിയിലേക്ക് എത്തിയ ഹാമാനോട് രാജാവ് ഇപ്രകാരം ചോദിക്കുന്നു: രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്ന പുരുഷന് എന്തെല്ലാം ആകുന്നു ചെയ്ത് കൊടുക്കേണ്ടത് എന്ന്. ഇവിടെ ഉറപ്പായിട്ടും തന്നെയായിരിക്കും രാജാവ് ബഹുമാനിപ്പാൻ പോകുന്നത് എന്ന് ഹാമാൻ ചിന്തിക്കുന്നു. അതിനുശേഷം ഹാമാൻ പറഞ്ഞ വ്യവസ്ഥകളെല്ലാം അംഗീകരിക്കുന്ന അഹശ്വേരോശ് രാജാവ് ഹാമാനോട് ഇപ്രകാരം പറയുന്നു. തുടർന്ന് നാം മനസ്സിലാക്കുന്നത്, രാജാവ് ഉടനെ ഹാമാനോട് പറയുന്നു, നീ വേഗം ചെന്ന് നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം മൊർദെഖായിക്ക് ചെയ്യുക എന്ന്. പ്രിയമുള്ളവരെ, ഈ സംഭവത്തിൻ്റെ അവസാനം നമ്മൾ കാണുന്നത് ഹാമാനോ ദുഃഖിതനായി തലമൂടിയും കൊണ്ട് വേഗത്തിൽ വീട്ടിലേക്ക് പോയി എന്ന്. അങ്ങനെ സ്വയം ബഹുമാനിതൻ ആകുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ഇവിടെ ഇളിഭ്യനായിത്തീരുന്നു. ഈ സംഭവത്തിൻ്റെ അവസാനം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, മൊർദെഖായിക്ക് വേണ്ടി ഹാമാൻ പണിതുറപ്പിച്ച കഴുമരത്തിൽ ഹാമാൻ തന്നെ ബലിയാകുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ ക്രിസ്തു നമുക്ക് കാണിച്ചു തരുന്ന ഉദാത്തമായ ഒരു മാതൃകയുണ്ട്. നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷക്കാരൻ ആകണം. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ദൈവസന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തുവാനും മറ്റുള്ളവർക്ക് ആവോളം നന്മ ചെയ്യുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.